തൃശൂർ കല്ലമ്പാറയിൽ കുഴൽക്കിണർ കുഴിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ 60-കാരന് വെട്ടേറ്റതിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതം. സംഭവശേഷം പ്രതി ഏലിയാസ് ഒളിവിൽ പോയിരുന്നു. ഇന്നലെയാണ് കല്ലമ്പാറ കൊച്ചുവീട്ടിലെ മോഹനന് വെട്ടേറ്റത്. അഖിൽ വിശദാംശങ്ങൾ നൽകും. അഖിൽ, ഇതെങ്ങനെയാണ് ഒരു തർക്കത്തിലേക്ക് എത്തിയത്? ഈ മോഹനന് വേണ്ടിയുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നുണ്ട്? സൈഫു, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതായത് ഈ പ്രദേശത്ത് ഒരു കുഴൽക്കിണർ കുഴിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ വെള്ളം, അതായത് കുഴൽക്കിണർ കുഴിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ചളിവെള്ളം ഈ ഏലിയാസിന്റെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി, വളപ്പിലേക്ക് കയറി. ഇതിനെ തുടർന്ന് പ്രകോപിതനായി ഏലിയാസ് ഈ വീട്ടിൽ നിന്ന് ഒരു മണവാൾ എടുത്തുകൊണ്ടുവന്ന് മോഹനനെ വെട്ടുകയായിരുന്നു. ഈ വെട്ട് കൈവച്ച് തടുത്തത് കൊണ്ടാണ് മറ്റ് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത്. കൈക്ക് വെട്ടി കൈ പുലർന്ന സ്ഥിതിയിലായിരുന്നു. എന്തായാലും മറ്റപകടങ്ങളിൽ സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഈ മോഹനനെ വെട്ടിയതിന് പിന്നാലെ തന്നെ ഏലിയാസ് ഒളിവിൽ പോവുകയും ചെയ്തു. പക്ഷേ ഏലിയാസ് ഇപ്പോൾ എവിടെയാണെന്ന് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏലിയാസിനായിട്ടുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമായി തന്നെ നടത്തുകയാണ്. നിലവിൽ മോഹനൻ ഈ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. പരിക്ക് അതീവ ഗുരുതരമുള്ളതല്ല. അതായത് ഈ കുഴൽക്കിണർ കുഴിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഈ വീട്ടിലേക്ക് പോയത്, അതാണ് പ്രകോപനത്തിന് കാരണം എന്നാണ് പറയുന്നത്. പക്ഷേ നേരത്തെ തന്നെ ഇവിടെ ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടും കുടിവെള്ളവുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായി നാട്ടുകാർ പറയുന്നു. ശരി അഖിൽ.